പത്രം തുറന്നാലും ഫോൺ തുറന്നാലും TV തുറന്നാലും ഒക്കെ ഫുൾ കലകളുടെ വാർത്തകളാണ്. പിള്ളേരവിടെ പൊളിക്കട്ടെ, നമുക്ക് ചില രാഷ്ട്രീയ കലാകലാരവങ്ങൾ നടക്കുന്ന വേദികളിലേക്ക് പോവാം. കൊല്ലത്ത് വേദിയൊന്നിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് രൂപവും ഭാവവും മാറ്റി ആളുകളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് കൊല്ലത്ത് നിന്നുള്ളൊരു മിന്നും താരം ആയിഷ. അപ്പൊ ആയിഷ, എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്? ഞാൻ അതിനു വേണ്ടി മാസങ്ങളായിട്ട് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനി നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആയിഷയ്ക്ക് പറ്റട്ടെ. പാലപ്പടി നിന്നൊരു മോളൂട്ടിയും കോട്ടയത്ത് ഒരു കുറുപ്പച്ചനും ഫാൻസി ഡ്രസ്സിന് വേണ്ടി തയ്യാറാവുന്നുണ്ടെന്നുള്ള കഥകളൊക്കെ വന്നിരുന്നു. പക്ഷെ അവർ ഇതുവരെ വേദി വരെ എത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് വേദിയൊന്നിൽ കഥകളി മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. മുന്നണി വധം ആട്ടക്കഥ കാണാൻ വേണ്ടിയിട്ട് കാണികൾ തിരക്കൂട്ടാണ്. അപ്പൊ പാലയിൽ നിന്നുള്ളൊരു കലാകാരൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ താങ്കൾ ഈ ആട്ടക്കഥയുടെ അവസാന ഘട്ടം ആയപ്പോഴേക്കും താങ്കളുടെ സീറ്റ് ആടാതിരിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് ഒരു പ്രമുഖ ആശാനെ പോയി കണ്ടെന്നും ആരൊക്കെ വേഷം അഴിച്ചു വെച്ചാലും താങ്കളുടെ വേഷം അഴിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിച്ചെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. പുതിയ ആട്ടക്കഥ രചിക്കാൻ തന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്ന് ആശാനും പറഞ്ഞിരുന്നു. ഓക്കെ, എന്തായാലും താങ്കളുടെ ആട്ടക്കഥ കണ്ട് രസിച്ച സംഘാടകർ താങ്കൾക്കും മറ്റു കലാകാരന്മാർക്കും തിരുവനന്തപുരത്ത് 25 സെന്റ് സ്ഥലം സമ്മാനമായിട്ട് നൽകിയ കാര്യമൊക്കെ അറിഞ്ഞു. വളരെ സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ തലസ്ഥാനത്ത് നിന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. അവിടെ തെരുവ് നാടകം തുടങ്ങാൻ വൈകി എന്നൊരു വാർത്തയാണ് വരുന്നത്. നാടകത്തിനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കലാകാരി ഫാൻസി ഡ്രസ്സിന് പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് ഈ തെരുവ് നാടകം തുടങ്ങാൻ വൈകിയത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പം ഫാൻസി ഡ്രസ്സാണ് എൻ്റെ ഐറ്റം, നാടകമല്ല എന്നീ കലാകാരി പറഞ്ഞതാണ് നാടക സംഘാടകരെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നാടകം തുടങ്ങുന്നതിന് മുൻപ് വർഗവഞ്ചക എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ നാടകത്തിന്റെ അണിയറക്കാർ അവരുടെ കലിപ്പ് തീർത്തത്. അപ്പം എന്തായാലും നമ്മളിനി പോകുന്നത് താഴവൺ വേദിയിലേക്കാണ്. അവിടെ ഓട്ടംതുള്ളൽ ഇതുവരെ അവസാനിച്ചിട്ടില്ല. പുതിയ തന്ത്രങ്ങളൊക്കെ ആയിട്ടായിരുന്നു കലാകാരന്മാർ വേദിയിലേക്ക് എത്തിയത്. അപ്പം ഈ തന്ത്രമാണോ മന്ത്രമാണോ പാളിയെന്നറിയില്ല. എന്തായാലും ദൈവതുല്യർ ഇപ്പോഴും ഓട്ടത്തിലാണ്. അപ്പൊ ആശുപത്രി കിടക്കയിൽ നിന്ന് ടാബ്ലോ മത്സരത്തിനെത്തി കാണികളെ വിസ്മയിപ്പിച്ച ശങ്കർദാസേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കഥാപ്രസംഗത്തിനായിരുന്നു ഞാൻ പേര് കൊടുത്തിരുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് ഇല്ലാതെ സ്റ്റേജിൽ കയറാൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞത്രേ. അതുകൊണ്ടാണ് ടാബ്ലോ മത്സരത്തിന് പങ്കെടുത്തത്. ഇനി മൂകാഭിനയത്തിൽ പങ്കെടുക്കണം. അപ്പോൾ ഓക്കെ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. നമ്മളിനി പോകുന്നത് ജയിൽ വേദിയിലേക്കാണ്. കാരണം അവിടെ നിന്നൊരു സന്തോഷ വാർത്ത വരുന്നുണ്ട്. അവിടെ നന്നായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉള്ള സമ്മാനത്തുക സർക്കാർ കുത്തനെ കൂട്ടിയതായിട്ടുള്ള ഒരു വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. അതുപോലെ കാണികളായെത്തിയിട്ടുള്ള ആശമാർക്ക് ഓരോ പാക്കറ്റ് നിരാശ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അവിടെ നിന്ന് നമ്മളിനി പോകുന്നത് പത്തനംതിട്ടയിലെ പാചകപ്പുരയിലേക്കാണ്. അവിടെ കോഴിക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. ഓൺലൈൻ റെസിപ്പി നോക്കി ഉണ്ടാക്കിയ കോഴിക്കറി ഭയങ്കര വൈറലാണ്. കോഴിക്കൊക്കെ ഇത്ര വില കൂടുതലായിട്ടും ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കറി ഇല്ലാതെ പിന്നെ എങ്ങനെയാണല്ലേ?